ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇങ്ങനെ ഇത്തരത്തിൽ മതഭീകരതയെ കേരളത്തിന്റെ മണ്ണിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അറിയാതെ നമ്മൾ അകപ്പെടുന്ന വലിയൊരു ദുരന്തമുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ ഇവിടെ നിന്നാണ് പലയിടത്തേക്കും പഠിക്കാനുമായും ഉദ്യോഗത്തിനുമായും ഒക്കെ കേരളം വിട്ടുപോകുന്നൊരവസ്ഥ, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ. കേരളം എന്ന് കേൾക്കുമ്പോൾ, കേരളം എന്ന സ്റ്റേറ്റിന്റെ പേര് കാണുമ്പോൾ പലയിടത്തും വിസ പുതുക്കാൻ വലിയ മടി അനുഭവപ്പെടുകയാണ്. ഇവർ കേരളത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുന്നത്. ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഈ അടുത്തൊരു ഇസ്രായേൽ യാത്ര നടത്തിയപ്പോൾ അവിടെ ഇസ്രായേലിലുള്ള തൊഴിലെടുക്കുന്ന മലയാളികളായിട്ടുള്ള ആളുകളെ നേരിട്ട് നമ്മൾ കണ്ട് സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പങ്കുവെച്ചൊരു വലിയൊരു പ്രശ്നമുണ്ട്. അതായത് മലയാളികളാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ ഇനിയിപ്പോൾ ഏത് മതത്തിൽപ്പെട്ടതായാലും ശരി, അവരെ അവിടെ ജോലിക്ക് പ്രിഫർ ചെയ്യുന്നത് കുറയുന്നൊരു ദുരവസ്ഥ അത് ഇന്ന് അവിടെ ഉണ്ട്. അതിന് വഴിവെച്ചത് ഇതുപോലുള്ള സംഭവങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ആന്റി സെമിറ്റിസം, അതുപോലെ ഈ തീവ്രവാദികളായിട്ടുള്ള ഹമാസിന് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, ഇതെല്ലാം ലോക ശ്രദ്ധ വരുന്ന വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത് ചില യൂട്യൂബർമാർ അവിടെ പോയിട്ട് ചില പോക്കിരിത്തരങ്ങളൊക്കെ ഒപ്പിച്ചിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. അവരുടെ പിന്നാലെ ഇന്റലിജൻസ് അവിടെ ചെന്ന് അവരെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടുന്ന് അഴിച്ചെടുത്തിട്ടാണ് വിട്ടത്. കാരണം അവര് ആ രീതിയിലായിരുന്നു അവരവിടെ ഒരു പ്രൊപ്പഗൻഡ, അവരെ മനസ്സിൽ കിടക്കുന്ന ഈ ജിഹാദി തരം ആ രീതിയിലേക്ക് അവരെ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നഴ്സുമാർ പറഞ്ഞത്, ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ജൂതൻ അതൊരു ജൂതനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ കൊല്ലും എന്ന് പച്ചയ്ക്ക് പറയുന്ന നഴ്സുമാര്, ഡോക്ടർമാര്. ഇതാണ് ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം. ഞാൻ ഇവിടെ ഒരു കാര്യം പറയുന്നത്, തുടക്കത്തിലേ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് ഇതുപോലെ ഒരു വിഷയത്തിലേക്ക് വഴിവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ട്. ആ വീഴ്ച എന്ന് പറയുന്നത് ഈ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യക്കകത്ത് പ്രഖ്യാപിക്കുന്നതിലുള്ള താമസമാണ്. ഇതെന്നോ ചെയ്യേണ്ടതാണ്. ലോകത്ത് പല രാജ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. വികസിത രാജ്യങ്ങൾ ഓരോന്നും ചെയ്തു കഴിഞ്ഞാണ് അവരുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന പ്രോ ഹമാസ് സ്റ്റാൻസ് എടുത്തതിന്റെ പേരിൽ അവരെ നാട് അവിടുന്ന് കടത്തുന്നതും അവരെ മാറ്റി നിർത്തുന്നതും അവരെ വലിയ പ്രശ്നം അവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അത് അവിടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നും ഇപ്പോഴും ഇത് ഒരു നീക്കം ആ ലെവലിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നത് പറഞ്ഞ് ഇപ്പോൾ കാശ്മീർ ടു കന്യാകുമാരി പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുന്ന ദുരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടും ഇന്ന് നമ്മളെ കേന്ദ്ര സർക്കാരിന് കണ്ണു തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലുള്ള ഷാക്കർമാർക്ക് ഇത് വെളുപ്പിക്കാനുള്ള അവസരവും, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇതുവരെ കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഏതോ ഒരു തീവ്രവാദ പാർട്ടിയാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഇനി അത് കൂടുതൽ ഒരു ഭീകരവാദികളുടെ ഒരു പാർട്ടി തന്നെയാണ് എന്ന് പച്ചയ്ക്ക് ഈ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇതുപോലെ കൊണ്ടെത്തിച്ച് അതുവഴി കേരളത്തിനെ നാണം കെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയവും മാറുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും അത് താമസിപ്പിക്കരുത്. ഈ പറയുന്ന ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കും. ഇതുപോലെയുള്ള നോർമലൈസേഷൻ, ഈ തീവ്രവാദികളെയും അതുപോലെ തന്നെ ഭീകരവാദത്തെയും നോർമലൈസ് ചെയ്യുന്നതിനുള്ള ആ പ്രവണത വർദ്ധിക്കും. അത് നമുക്ക് തടയാൻ പറ്റാതെ വരും എന്നുള്ളതാണ് ഇതിൽ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് ഉയർത്തി കാണിക്കാനുള്ളത്.